ഹലോ ഗൈസ്, അപ്പോൾ വൈദ്യുതി നമ്മൾ എന്താ എവിടേക്കാണ് പോണത്? പള്ളിത്തേരിന് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തുനിന്ന് പള്ളിത്തേരാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം. അപ്പോൾ ഗൈസ്, എപ്പോഴത്തെയും പോലെ ഈ പ്രാവശ്യം തേരടിച്ച് പൊളിക്കാമെന്ന് മട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും കഥ പറച്ചിലായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരും വന്നു. അപ്പോൾ എല്ലാ വർഷത്തെ പോലെയും ഈ വർഷം, അതായത് കുറച്ചായിട്ട് നമ്മളിപ്പോൾ ഫുള്ള് വൈകി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും തേര് സ്റ്റാർട്ടാവും ഗൈസ്. അതേ തന്നെയാണ് ഈ പ്രാവശ്യം നടന്നത്. അങ്ങനെ നമ്മൾ തേരെടുക്കുന്നത് കണ്ടപ്പോൾ പുറത്തേനെ നിന്നു. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, അതേ സർബത്തിൻ്റെ ഷോപ്പ്. അപ്പോൾ അവരവിടെ ഫുള്ള് പൊരി അറിയാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്നാൽ നമ്മൾ പൊരിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ കുറച്ച് തിരക്കായി ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തേരെടുത്ത് ചുറ്റി വരുമ്പോഴേക്കും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിയിട്ട് പിന്നെ വന്ന് പൊരി അറിയാമെന്നുള്ള മട്ടിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അച്ചുവാണ് ഫുള്ള് സെർവിങ്, അതായത് പൊരിയുടെ അത് നമ്മൾ എറിഞ്ഞ പൊരിയുടെ പ്രസാദമായിട്ട് തിരിച്ച് നമുക്ക് തരും. ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പള്ളിയിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സൺഡേ വരാറുണ്ട്. പിന്നെ തേരായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പിള്ളേരൊക്കെ കൂടി കുറച്ച് നേരം സംസാരിച്ച് നിന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ കുറേ ബെന്നാനിക്കോ കണ്ടു ഗൈസ്. അങ്ങനെ കുറേ ബെന്നയൊക്കെ കണ്ട് സംസാരിച്ച് നമ്മൾ പുറത്ത് വന്ന് പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് പൊരി അറിയാനായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വൈദ്യൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ വൈദ്യ പൊരി അറിയാനായിട്ട് പൊരിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് സെറ്റായി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ തേര് വന്നു തുടങ്ങി. അങ്ങനെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ പള്ളിയിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂക്കുറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അവിടെ ഇന്ന് പറയണം. അവിടെ ഫുള്ള് പുകമയോ ആയി എന്ന് തന്നെ പറയാം സത്യത്തിൽ. പിന്നെ അതിന് ശേഷം ഞങ്ങളങ്ങനെ ഫുള്ള് ആൾക്കാർ വന്നപ്പോൾ എല്ലാവരും കൂടി ഒറ്റ തിരക്കിൽ എല്ലാവരും അങ്ങോട്ടും മാറുള്ള അവസ്ഥയായി. ബാക്കി വരെ കാണാണ്ട് പോലും ആയി. പിന്നെ നമ്മളങ്ങനെ തേര് വന്നു ഗൈസ്. തേര് വന്നപ്പോൾ തന്നെ ഫുള്ള് എല്ലാവരും പൊരി കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി ഗൈസ്. പിന്നെ അവിടെ ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് പുറത്ത് വന്നു. പിന്നെ കുറേ ഷോപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനാവശ്യമില്ലല്ലോ പറഞ്ഞൊരു വിട്ടു. പിന്നെ ഞങ്ങളങ്ങനെ കാളാങ്കടയിൽ പോയി. അവിടെ പോയി പാനിപ്പൂരി കാളൻ ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ കാളൻ എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പാനിപ്പൂരി ഓക്കെ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതിന് ശേഷം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പോകണം അവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. സർബത്ത് കഴിക്കാൻ പോയി പിള്ളേരോട്. അപ്പോൾ മേഘേഷൊക്കെ ഒരു ഭയങ്കര എന്താ പറയുന്നത്, ഒരു മാസ്റ്ററായി തന്നെ സത്യത്തിൽ പറയാം. അതിന് ശേഷം നമ്മൾ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണം. അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ വീടെത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.